ഡൽഹി ഓൾഡ് രാജേന്ദ്ര നഗറിലെ റാവൂസ് IAS അക്കാദമിയിലാണ് ഇന്നലെ വെള്ളം കയറുകയും 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം ഉണ്ടാവുകയും ചെയ്തു. ഒരു മലയാളി വിദ്യാർത്ഥി കൂടി അവിടെ പഠിക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? എന്റെ പേര് ആദിത്യൻ. നാട്ടിൽ കോട്ടയം. എങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചത്? എന്താണ് അപകടത്തെ കുറിച്ച് എന്താണ് അറിയുന്നത്? ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി വളരെ ശക്തമായ രീതിയിലുള്ള മഴയായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുകയും വെള്ളക്കെട്ട് ഒരു 6 മണി 6:30 ആയപ്പം ക്രമാതീതമായ രീതിയിലാവുകയും വെള്ളത്തിന്റെ പ്രഷർ കാരണം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് എൻട്രൻസിലുള്ള, ആ ഗേറ്റ് തകർന്നു പോവുകയും തടഞ്ഞു നിർത്തിയിരുന്ന വെള്ളം ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നേരെ ബേസ്മെന്റിലേക്ക് പോവുകയായിരുന്നു. റോഡിലുണ്ടായിരുന്ന വെള്ളം ബേസ്മെന്റിലേക്ക് ഇറങ്ങി. അതെ, റോഡിലുണ്ടായിരുന്ന വെള്ളം ബേസ്മെന്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. സാധാരണ ഇവിടെ വെള്ളക്കെട്ട് സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യവും ഉണ്ടാകാറുള്ളതാണ്, വളരെ കോമൺ ആണ്. കാര്യം ഡ്രെയിനേജ് വളരെ മോശമാണ്. അപ്പം ഒരു മണിക്കൂറിന്റെ തന്നെ മഴ കൊണ്ട് ഏതാണ്ട് അരപ്പൊക്കം വെള്ളം മിക്കവാറും ആഴ്ചയിൽ 2-3 ദിവസം അരപ്പൊക്കം വെള്ളം ഇവിടെ ഉണ്ടാകാറുള്ളതാണ്. അപ്പം ഇന്നലെ കുറച്ചുകൂടി ശക്തമായ മഴ പെയ്യുകയും വെള്ളക്കെട്ട് സാധാരണ ഉണ്ടാകുന്നതിൽ നിന്നും വളരെ കൂടുതൽ 6-7 അടി പൊക്കത്തിൽ വെള്ളം ഉയരുകയും അങ്ങോട്ട് വീഴുകയും കൂടെ ചെയ്തു. അപ്പം അങ്ങനെ പൊക്കം വെള്ളം സാധാരണയിലും കൂടുതലായിട്ട് വരികയും ആ ഫോഴ്സിൽ ഗേറ്റ് ബ്രേക്ക് ആവുകയും ചെയ്തു. അങ്ങനെയാണ്. എത്രത്തോളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും? ഈ ലൈബ്രറിയിൽ എപ്പോഴും കുട്ടികൾ പഠിക്കാനുള്ളതാണ്. അപ്പം ഇന്നലെ ഇപ്പം ഇവിടെ വൈകുന്നേരം നമ്മുടെ ഫ്രണ്ടിനെ കണ്ടപ്പം പുള്ളി പറഞ്ഞത് ഒരു 40 കുട്ടികളോളം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. അവൻ മഴയ്ക്ക് തൊട്ടുമ്പോൾ പോയായിരുന്നു. അപ്പം ഒരു 40 കുട്ടികളോളം ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പം ഈ വെള്ളം വന്നപ്പം ഇറങ്ങാൻ അവരാവശ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പം പറ്റുന്നവരൊക്കെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പക്ഷെ അവസാനം ഉണ്ടായിരുന്ന 2-3 കുട്ടികൾക്ക് അതിന് കഴിഞ്ഞില്ല. അത് ആരൊക്കെയാണെന്നുള്ള വിവരം വല്ലതും? 2 പെൺകുട്ടികളും 1 ആൺകുട്ടി എന്നാണ് അറിഞ്ഞത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. ഇത് 7 അടിയോളം വെള്ളം കയറി. ഇതിപ്പോ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾക്കല്ലേ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട്. കാര്യം ഇവിടെ വളരെ കോമൺ ആണ് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട്. ഇപ്പം ഒരാഴ്ച മുമ്പ് നീലേഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, UPSCയുടെ തന്നെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇവിടെ ലൈബ്രറിയിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി വെള്ളക്കെട്ടില് ലൈൻ കമ്പി പൊട്ടി വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വെള്ളത്തിൽ ചവിട്ടാതിരിക്കാനായിട്ട് സൈഡിൽ കൂടെ ഇരുമ്പ് ഗേറ്റ് പിടിച്ച് റോഡ് ക്രോസ് ചെയ്തതാണ്. ആ ഗേറ്റിൽ നിന്ന് ഷോക്ക് അടിച്ച് അദ്ദേഹം മിനിഞ്ഞാന്ന് 4-ാം നാൾ വലിയ തോതിലുള്ള പ്രതിഷേധം വിദ്യാർത്ഥികൾ ഉയർത്തുന്നു. സേഫ്റ്റി കൺസേൺസ് ഉണ്ട്. അപ്പം അതിൻ്റെതായുണ്ട്. ഈ നിലയിലാണ് മരിച്ച വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ഒരു മലയാളി വിദ്യാർത്ഥിയാണ്, റാവൂസ് അക്കാദമിയിൽ പഠിക്കുന്ന ഒരു മലയാളി വിദ്യാർത്ഥിയാണ് ഈ പ്രതികരിച്ചത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇവിടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്.